ഇനി നമുക്ക് അടുത്ത മൃഗത്തിലേക്ക് പോകാം. അത് ചിറകുകൾ ഉള്ള പുള്ളിപ്പുലിയാണ്. ദാനിയേൽ 7:6. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. ദാനിയേലിൻ്റെ ദർശനത്തിൽ മൂന്നാമതൊരു മൃഗത്തെ കൂടി നമ്മൾ കാണുകയാണ്. അതിന് പുള്ളിപ്പുലിയുടെ രൂപമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മുതുകത്തെ പക്ഷിയുടെ 4 ചിറകുകൾ ഉണ്ടായിരുന്നു. ഈ മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിലുള്ള ക്രൂര മൃഗങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒരു മൃഗമാണ് പുള്ളിപ്പുലി. പുള്ളിപ്പുലി വേഗതയ്ക്ക് ഏറെ പേരുകെട്ടതാണ്. അതുകൊണ്ട് ഈ മൃഗം സൂചിപ്പിക്കുന്നത് അധികാരത്തെക്കുറിച്ച് മാത്രമല്ല, വേഗതയെക്കുറിച്ചും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ദർശനത്തിലെ മൃഗത്തിനുള്ള ചിറകുകൾ അതിന് കൂടുതൽ വേഗത നൽകുകയാണ് ചെയ്യുന്നത്. ഈ മൃഗത്തിന് ആധിപത്യം ലഭിക്കുന്നതായി നമ്മൾ കാണുന്നു. ആദ്യത്തെ മൃഗം ബാബിലോൺ സാമ്രാജ്യത്തെയും രണ്ടാമത്തെ മൃഗം മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെയും സൂചിപ്പിക്കുന്നു എങ്കിൽ മൂന്നാമത്തെ മൃഗം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദാനിയേൽ 8-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന് ശേഷം വരുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ BC 323 അലക്സാണ്ടർ ചക്രവർത്തി പെട്ടെന്നുണ്ടായ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഒന്നിലധികം രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. 4 ചിറകുകൾ ഭൂമിയുടെ 4 ദിക്കുകളെക്കുറിച്ചും ഭൂമിയിൽ പരക്കുന്ന സാമ്രാജ്യത്തെക്കുറിച്ചും പറയുന്നു. അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ വേഗതയേറിയ ആക്രമണത്തെക്കുറിച്ചും രാജ്യങ്ങളെ കീഴടക്കുന്ന ഇതിൻ്റെ വേഗതയെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് 4 സൈന്യാധിപന്മാർ ഉണ്ടായിരുന്നു. അവരാണ് സൈന്യത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഈ 4 തലകൾ അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം ഉണ്ടായ വിഭജനത്തെ കാണിക്കുന്നു. ഈ 4 സൈന്യാധിപന്മാർ അലക്സാണ്ടർ മരണത്തിന് ശേഷം ഈ ഗ്രീക്ക് സാമ്രാജ്യത്തെ വിഭജിച്ചെടുത്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ദാനിയേലിൻ്റെ ദർശനത്തിലെ പുള്ളിപ്പുലി നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബത്തിലെ താമ്രം കൊണ്ടുള്ള വയറും അരയും എന്നീ ഭാഗങ്ങളുടെ സമാനമാണ്. അലക്സാണ്ടർ ഒരു പുള്ളിപ്പുലിയെ പോലെ വേഗത്തിൽ അതിസമർത്ഥമായ രാജ്യങ്ങളെ കീഴടക്കി. ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗവും തുർക്കിയും അദ്ദേഹം 2 വർഷങ്ങൾ കൊണ്ട് കീഴടക്കി. BC 333 നവംബറിൽ അദ്ദേഹം ദാരിയാവേശിനെ തോൽപ്പിച്ച് മേദ്യ പാർസ്യ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പുള്ളിപ്പുലിക്ക് സമാനമായ വേഗത്തിൽ അദ്ദേഹം ലോകത്തിൻ്റെ ചക്രവർത്തിയായി. ഇനി നമുക്ക് അടുത്ത മൃഗത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. അത് ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമത്തെ മൃഗമായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം വിവരിക്കുമ്പോഴും ദാനിയേൽ കണ്ട ദർശനം വിവരിക്കുമ്പോഴും അവസാനത്തെ സാമ്രാജ്യത്തിനാണ് ദാനിയേൽ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാനിയേൽ 7:7-8 വാക്യങ്ങൾ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഇതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. 4ാമത്തെ മൃഗത്തിൻ്റെ അടിസ്ഥാന മൃഗം എന്താണ് എന്ന് ദാനിയേൽ പറയുന്നില്ല. മറ്റെല്ലാ മൃഗത്തിനും സിംഹമെന്നും കരടിയെന്നും പുള്ളിപ്പുലിയെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും 4ാമത്തെ മൃഗത്തിന് അടിസ്ഥാന മൃഗം എന്താണ്, അതിൻ്റെ രൂപം എന്താണ് എന്ന് ദാനിയേൽ കൃത്യമായിട്ട് പറയുന്നില്ല. അത് ഘോരവും ഭയങ്കരവും അതിബലവും ഇരുമ്പ് പല്ലുകളുമുള്ള മൃഗമാണ് എന്ന് ദാനിയേൽ പറയുന്നുണ്ട്. അതിന് 10 കൊമ്പുകളുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെ തിന്നുകയും തകർക്കുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ശേഷിയും ഈ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് കണ്ടതുപോലെ 3ാമത്തെ മൃഗം ഗ്രീക്ക് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. അത് അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം പ്രധാനമായും 4 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പിന്നീട് അത് ശത്രുക്കളുടെ കൈകളിലേക്ക് പോയി. അതായത് 4ാമത്തെ മൃഗം അതിനെ കീഴടക്കി. ഗ്രീക്ക് സാമ്രാജ്യത്തെ 4ാമത്തെ മൃഗം കീഴടക്കി. അങ്ങനെ 4ാമത്തെ മൃഗം സൂചിപ്പിക്കുന്ന റോമൻ സാമ്രാജ്യം മുമ്പുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കാൾ അധികം വിശാലമായി തീർന്നു. അതായത്
നാലാമത്തെ മൃഗം സൂചിപ്പിക്കുന്നത് റോമൻ സാമ്രാജ്യത്തെയാണ്. റോമൻ സാമ്രാജ്യം അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് BC 44 ആരംഭിച്ചു. ഒരു സാമ്രാജ്യമായി അത് രൂപപ്പെട്ടു വരുന്നതിനെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. പടിഞ്ഞാറ് റോം റോമുലസ് അഗസ്റ്റസിൻ്റെ കാലം വരെ നിലനിന്നു. 476 AD ജർമാനിക് രാജാവായ ഒഡാസർ പടിഞ്ഞാറ് റോമിനെ ആക്രമിച്ച് വീഴ്ത്തി. മധ്യപൂർവ്വ രാജ്യങ്ങൾ മുതൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങളെല്ലാം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ശത്രുക്കളെ നിഷ്കരണം അടിച്ചമർത്തിയിരുന്ന, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും വളരെയധികം പീഡിപ്പിച്ചിരുന്ന ഒരു ഭരണമായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റേത്. ഞാൻ ഉദ്ദേശിക്കുന്നത് റോമൻ സാമ്രാജ്യം പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു. അതിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ്. അവർ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. ദാനിയേൽ കണ്ട നാലാമത്തെ മൃഗം നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബത്തിൻ്റെ ഇരുമ്പ് കൊണ്ടുള്ള തുടയും കാലുകളോടും സമമാണ്. ഇരുമ്പ് കാലുകൾ കൊണ്ട് റോമൻ സാമ്രാജ്യം അതിൻ്റെ ശത്രുക്കളെ എല്ലാം ചവിട്ടി മെതിച്ചു. ഇനി നമുക്ക് ഈ മൃഗത്തിൻ്റെ 10 കൊമ്പുകളെക്കുറിച്ച് ചിന്തിക്കാം. നാലാമത്തെ മൃഗം മുമ്പേ നമ്മൾ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അർത്ഥം ഒരു സ്വർഗീയ ദൂതൻ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദാനിയേൽ 7:24 ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീടിച്ചു കളയും. റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ റോമൻ സാമ്രാജ്യത്തിന് പുതുജീവൻ ഉണ്ടായി. ഇത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനായി പ്രവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ മുമ്പേ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് അധികമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അനേക വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പുതിയ രൂപം തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ലോകത്തിലാണ്. അത് റോമൻ സാമ്രാജ്യം ഇന്നും അവസാനിക്കാതെ ഒരു പിന്തുടർച്ചയായി നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ കാണുന്ന പല സംവിധാനങ്ങളും റോമൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയാണ്. റോമൻ ഭാഷയായിരുന്ന ലാറ്റിൻ ഭാഷയുടെ സ്വാധീനം ഇന്നത്തെ എല്ലാ ഭാഷകളിലും, പാശ്ചാത്യ ഭാഷകളിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സംസ്കൃതവും ലാറ്റിൻ ഭാഷയും ഒരേ കുടുംബക്കാരാണെന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. പടിഞ്ഞാറൻ റോമിൻ്റെ മതമാണ് ഇന്നത്തെ കത്തോലിക്ക സഭ. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം കിഴക്കൻ റോമൻ സഭയിലാണ്. പല അർത്ഥത്തിലും അമേരിക്കയെ പോലും റോമൻ സാമ്രാജ്യം സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബൈസാന്റിയം പിടിച്ചടക്കിയപ്പോൾ ഒട്ടോമൻ സുൽത്താൻ ആയിരുന്ന മെഹ്ബത്ത് അദ്ദേഹം റോമൻ ചക്രവർത്തിയായ സീസറിൻ്റെ പിൻഗാമിയാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു. അത് ഞാൻ മുമ്പേ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം വിശദീകരിച്ചപ്പോൾ പറഞ്ഞ വിവരങ്ങളാണ്. ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച, അതിൻ്റെ തകർച്ചയോടെ അവസാനിച്ചില്ല എന്ന ആത്മീയ മർമ്മത്തെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ മൃഗത്തിൻ്റെ തലയിലുണ്ടായിരുന്ന കൊമ്പുകളിലെ ചെറിയ കൊമ്പിനെ കുറിച്ച് ചിന്തിക്കാം. ദാനിയേൽ 7:8 ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ദാനിയേൽ മൃഗത്തിൻ്റെ 10 കൊമ്പുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊമ്പുകൾക്കിടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതായിട്ട് കണ്ടു. അത് മുളച്ചു വന്നത് കാരണം മുമ്പിലത്തെ കൊമ്പുകളിൽ 3 കൊമ്പുകൾ വേരോടെ പറഞ്ഞുപോയി. അവസാനം മുളച്ചു വന്ന ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഇനിയും നമ്മൾ മറ്റൊരു ഘട്ടത്തിലേക്ക് വരികയാണ്. ദർശനത്തിൻ്റെതായിട്ടുള്ള വയോധികനായ ഒരുത്തൻ ന്യായാസനങ്ങളെ വെച്ച് ഈ കൊമ്പിനെ നശിപ്പിച്ചു കളഞ്ഞു. ഈ വയോധികനായ മനുഷ്യൻ ന്യായാസനങ്ങളെ വെച്ച് കൊമ്പിനെ നശിപ്പിച്ച് കളയുന്നത് വരെ അത് ദൈവത്തിനെതിരെ വമ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ന്യായവിധിയുടെ അന്ത്യത്തിൽ ന്യായവിസ്താര സഭ ഈ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്തു. ചെറിയ കൊമ്പ് 10 കൊമ്പുകൾക്കിടയിൽ നിന്നും വെളിപ്പെടുവാനിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്നാണ് അന്ത്യകാല പ്രവചനത്തെ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. അത് 10 രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു വരികയും അന്ന് നിലവിലുള്ള 3 രാജ്യങ്ങളെ കീഴടക്കുകയോ പുനർനിർമ്മിച്ച റോമൻ സാമ്രാജ്യത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും നീക്കം ചെയ്യുകയോ ചെയ്യും. ചെറിയ കൊമ്പ്
ശക്തമായ ഒരു മത സംവിധാനത്തെ കാണിക്കുന്നു എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്. യൂറോപ്യൻ യൂണിയനിലെ 7 രാജ്യങ്ങൾ ഈ മത സംവിധാനത്തോട് ചേർന്ന് നിൽക്കുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതായിരിക്കാം നെബൂഖദ്നേസർ രാജാവ് സ്വപ്നത്തിൽ കണ്ട ബിംബത്തിൻ്റെ കാൽപാദങ്ങൾ സൂചിപ്പിക്കുന്ന ഭരണ സംവിധാനം. 3 രാജ്യങ്ങളുടെ നേതാക്കന്മാരെ മാറ്റിക്കളഞ്ഞ് അധികാരത്തിലെത്തുന്ന എതിർ ക്രിസ്തുവും ക്രമേണ ലോകത്തിൻ്റെ മുഴുവൻ അധികാരം കരസ്ഥമാക്കും. ഏകാധിപതിയായ എതിർ ക്രിസ്തു സകല മനുഷ്യരുടെയും ആരാധന ആവശ്യപ്പെടുകയും മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൻ്റെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ വിശ്വാസികൾ പല വിധത്തിലുള്ള പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾക്ക് ഇതിനോടൊപ്പം തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തലന്മാർ എതിർ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1 യോഹന്നാൻ 2:18 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അതിനാൽ അതൊരു വ്യക്തി അല്ല, അതിനേക്കാൾ ഉപരി ഒരു ദുഷ്ട ആത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ചരിത്രത്തിൽ അനേകം ഭരണാധികാരികളെ സ്വാധീനിക്കുകയും ക്രൈസ്തവ വിശ്വാസികളെയും യഹൂദന്മാരെയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രവചന ഭാഗം പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വീണ്ടും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുമ്പേ കൊടിയ പീഡനവുമായി എഴുന്നേൽക്കുമെന്നാണ്. അനേകർ ക്രിസ്തു നിമിത്തം കൊല്ലപ്പെടുകയും ചെയ്യും. എതിർ ക്രിസ്തുവിൻ്റെ അന്ത്യനാശവും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും തുടർച്ചയായി സംഭവിക്കുന്നതായിട്ട് ദാനിയേൽ കാണുന്നു. ദാനിയേൽ കാണുന്ന ദർശനമനുസരിച്ച് എതിർ ക്രിസ്തുവിൻ്റെ അന്ത്യനാശം ഉണ്ടാകുകയും ശേഷം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉണ്ടാകുകയും ചെയ്യും. ദാനിയേൽ 7:26-27 വാക്യങ്ങൾ. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞു അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിൽ ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, എതിർ ക്രിസ്തു കർത്താവിൻ്റെ വരവോടുകൂടി അവസാനിക്കും. എതിർ ക്രിസ്തുവിൻ്റെ വരവ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി അവസാനിക്കും. അതല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് തന്നെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അവസാനിപ്പിക്കുവാനായിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള തുടർച്ച എന്ന് പറയുന്നത്. എതിർ ക്രിസ്തു ഇല്ലാതെ ആയതിനു ശേഷം കർത്താവ് വരും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എതിർ ക്രിസ്തുവിൻ്റെ ഭരണ സംവിധാനം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ നമ്മുടെ കർത്താവ് വീണ്ടും വരികയും നമ്മുടെ കർത്താവിൻ്റെ വരവോടുകൂടി എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അവസാനിക്കുകയും ചെയ്യും. ഇതാണ് ദാനിയേൽ കണ്ട ദർശനത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും കർത്താവിൻ്റെ വരവും തമ്മിലുള്ള തുടർച്ച. ആ തുടർച്ച വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആശയക്കുഴപ്പം ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ കാലത്തെ സ്വയം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പദമാണ് മനുഷ്യപുത്രൻ എന്നത്. ദാനിയേൽ 7:13 നിന്നും ഈ എടുത്തതാണ് ഈ വാക്ക് മനുഷ്യപുത്രൻ എന്ന വാക്ക്. ദൈവരാജ്യം മനുഷ്യപുത്രൻ്റെ അധികാരത്തിൽ സ്ഥാപിക്കപ്പെടുന്നതാണ് എന്നതാണ് ദാനിയേലിൻ്റെ ദർശനത്തിൻ്റെ മുഖ്യ സന്ദേശം. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നത്തിൽ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. ദാനിയേൽ ദർശനത്തിൽ 4ാമത്തെ മൃഗത്തെ കൊല്ലുന്നതും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുന്നതും കണ്ടു. ബിംബത്തിൻ്റെയും മൃഗത്തിൻ്റെയും നാശം സകല ലോക സാമ്രാജ്യങ്ങളുടെയും അവസാനത്തെ കാണിക്കുന്നു. സമുദ്രങ്ങളുടെയും ഭൂമിയുടെയും അധികാരി എന്നും സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. 4ാമത്തെ മൃഗം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി 4ാമത്തെ മൃഗത്തിൻ്റെ കാലഘട്ടം അവസാനിക്കും. സ്വർഗത്തിൽ ക്രമീകരിക്കപ്പെട്ട ന്യായാസനത്തിൽ ഇരിക്കുന്ന വയോധികനായവൻ സർവശക്തനായ ദൈവമാണ്. അവിടെ ന്യായവിസ്താര സഭ ഇരുന്നു എതിർ ക്രിസ്തുവിനെയും മൃഗത്തെയും വിചാരണ ചെയ്തു തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അതിനുശേഷം മനുഷ്യപുത്രനായ യേശു ക്രിസ്തു രാജാധികാരം സ്വീകരിക്കുവാനായി അവിടെ പ്രത്യക്ഷനാകുന്നതാണ് ദാനിയേൽ കാണുന്ന ദർശനം. ദാനിയേൽ
ദാനിയേൽ 7:13-14 വാക്യങ്ങൾ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളോടെ പ്രത്യക്ഷനായി അവൻ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നതായിട്ടാണ് ദാനിയേൽ ദർശനത്തിൽ കാണുന്നത്. ഭൂമിയിലെ സകല രാജ്യങ്ങളുടെ മേലും ഭാഷക്കാരുടെ മേലും അവന് അധികാരം ലഭിച്ചു. സകല മനുഷ്യരും അവനെ ആരാധിച്ചു. ദൈവത്തിന് മാത്രമേ സകല മനുഷ്യരുടെയും ആരാധന സ്വീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. അതുകൊണ്ട് മനുഷ്യപുത്രന് സദൃശൻ ആയവനും ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്ന് നമുക്ക് ശരിയായിട്ട് നിരൂപിക്കാൻ കഴിയും. കാരണം അവനെ ആരാധിക്കുവാൻ, സകല മനുഷ്യരുടെയും ആരാധന സ്വീകരിക്കുവാൻ ദൈവം അവന് അധികാരം കൊടുത്തു. അവൻ്റെ രാജ്യത്വം നിത്യവും ഒരു നാളും നശിക്കാത്തതും ആയിരിക്കും. അങ്ങനെ ദാനിയേലിൻ്റെ പ്രവചനം അവസാനിക്കുന്നത് സകല ലോക ഭരണ സംവിധാനങ്ങളെയും നീക്കിക്കളഞ്ഞ് യേശുക്രിസ്തു നിത്യമായ ദൈവരാജ്യം സ്ഥാപിക്കും എന്നും അത് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് അവകാശമായി ലഭിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പ് ഈ അധികാരത്തെക്കുറിച്ച് യേശു തന്നെ പറയുന്നുണ്ട്. മത്തായി 28:18 യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അവൻ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും മനുഷ്യപുത്രന് നൽകപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിക്ക് ഇനിയും ചില നാളുകൾ കൂടിയുണ്ട് എന്ന് മാത്രം. ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നമ്മുടെ സന്ദേശം, നമ്മുടെ പഠനം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏതാനും വാക്കുകൾ കൂടി അവസാനിപ്പിക്കുന്നതിനായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നത്തിൽ വലിയൊരു ബിംബം കണ്ടു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. രാജാവ് നോക്കി നിൽക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായിട്ട് മാറി ഭൂമിയിൽ അതൊക്കെയും നിറഞ്ഞു. സ്വപ്നം വിശദമാക്കിയതിന് ശേഷം ദാനിയേൽ അവയെ വ്യാഖ്യാനിച്ചു കൊടുത്തു. നെബൂഖദ്നേസർ രാജാവിൻ്റെ ബാബിലോണ് സാമ്രാജ്യത്തിനോട് ശേഷം മറ്റ് 3 സാമ്രാജ്യങ്ങൾ കൂടി ഉണ്ടാകും. 4ാമത്തെ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന നിത്യമായ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. ദാനിയേലിൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിലെ കേന്ദ്ര ബിന്ദു 4 സാമ്രാജ്യങ്ങളല്ല, പിന്നെയോ ഏറ്റവും അവസാനത്തെ സാമ്രാജ്യമാണ്, ദൈവരാജ്യമാണ്. ദാനിയേലിൻ്റെ വ്യാഖ്യാനത്തിലെ കേന്ദ്ര ബിന്ദുവും ബാബിലോൺ മുതലുള്ള 4 സാമ്രാജ്യങ്ങളല്ല, ഏറ്റവും അവസാനം പാഞ്ഞു വരുന്ന കല്ലാണ്, അത് ദൈവരാജ്യമാണ്. കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ലാണ് ദാനിയേലിൻ്റെ ദർശനത്തിൽ, ദാനിയേലിൻ്റെ വ്യാഖ്യാനത്തിൽ കേന്ദ്രബിന്ദു. ദാനിയേൽ 2:44 ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. സ്വപ്നത്തിൻ്റെ അവസാനത്തെ ഭാഗത്തെ ഈ സംഭവം ഇതുവരെയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല. അതിനിയും നിവർത്തിക്കപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ കാലം വേഗത്തിൽ അടുത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ ലോക സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബിംബത്തിൻ്റെ പാദം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തെയാണ് കാണിക്കുന്നത്. ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെയാണ് കാണിക്കുന്നത്. ഈ രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കെ തന്നെ, മറ്റൊരു രാഷ്ട്രീയ സംവിധാനം വരുന്നതിന് മുമ്പായി തന്നെ, ഈ രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്നും കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. ദൈവരാജ്യം വരും, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. അത് ഈ ലോകത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും തകർത്ത് കളയും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യാശയുടെ ദൂതാണ് എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യങ്ങളുടെ വരവും എന്നാൽ അന്ത്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തോടെയുള്ള വിടുതലും ആണ് ദാനിയേൽ ഈ ദർശനത്തിലൂടെയും സ്വപ്ന വ്യാഖ്യാനത്തിലൂടെയും വിശദീകരിക്കുന്നത്. ജാതീയനായ നെബൂഖദ്നേസർ രാജാവ് ലോകത്തിലെ സാമ്രാജ്യങ്ങളെ മനോഹരമായൊരു ബിംബമായി കാണുമ്പോൾ
ദൈവം കാണുന്നത് മൃഗീയമായ, ക്രൂരമായ, അസ്വാഭാവികമായ മൃഗങ്ങളായിട്ടാണ് ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങളെ കാണുന്നത്. ഇത് രണ്ടും ഇവർ തമ്മിലുള്ള കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. നമ്മുടെ ഇന്നത്തെ ലോക സാമ്രാജ്യങ്ങളെ നമ്മളിന്ന് കെട്ടി ഉയർത്തി പൊക്കിയിരിക്കുന്ന എല്ലാ ലോകത്തിൻ്റെ മഹത്വത്തെയും ദൈവം കാണുന്നത് മൃഗീയമായ, ക്രൂരമായ, അപരിഷ്കൃതമായ, അസ്വാഭാവികമായ മൃഗങ്ങളായിട്ടാണ് എന്ന ആത്മീയ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ദാനിയേലിൻ്റെ ഈ ദർശനം അദ്ദേഹത്തെ വളരെയധികം നാളുകൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, ഈ ദർശനം ഇന്നും അനേകരുടെ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദർശനത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സന്ദേശം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിടുതലിൻ്റെയുമാണ്. അത് ദൈവരാജ്യം വേഗത്തിൽ സ്ഥാപിക്കപ്പെടും എന്നതാണ്. ഞാൻ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കിത് അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.